ഈ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് എൻ്റെ ഒരു ബസ് ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന സമയത്ത് കണ്ടക്ടർ എന്നെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. ആ സമയത്ത് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. കണ്ടക്ടർ വിളിച്ചിട്ട് പറഞ്ഞത്, ചേട്ടാ ജോയിൻ്റ് ആർ ടി ഒ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ചേട്ടനോട് സംസാരിക്കണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ അദ്ദേഹത്തിൻ്റെ കൊടുക്കാൻ പറഞ്ഞു. കണ്ടക്ടർ ഫോൺ കൊടുത്തപാടെ മറുതലക്കിൽ നിന്ന് പറയുന്നത്, എടോ ഞാൻ സുനിലാണ്, കോട്ടയം ജോയിൻ്റ് ആർ ടി ഒ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തെ മനസ്സിലായില്ല. ഇദ്ദേഹത്തിൻ്റെ സംസാരം നമ്മളുമായി ഭയങ്കര ഒരു അടുപ്പമുള്ള പോലെ, അല്ലെങ്കിൽ ഒരു മുൻപരിചയമുള്ള രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് ഇദ്ദേഹത്തെ മനസ്സിലായില്ല. എങ്കിൽ പോലും ഞാൻ ഇദ്ദേഹത്തോട് എന്താണ് സാർ എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, സഹോദരൻ എനിക്ക് ഇന്ന് രാവിലെ ചങ്ങനാശ്ശേരി ടൗണിൽ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ആ ആക്സിഡൻറ്റിൽ എൻ്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്, കൈക്ക് ചെറിയ പൊട്ടലുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷായിട്ടൊന്നുമില്ല, ATM കാർഡും ഇല്ല. അപ്പോൾ എനിക്കൊരു 2000 രൂപ ക്യാഷായിട്ട് വേണം. നിങ്ങളുടെ ബസ്സിലെ കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് ഞാൻ ക്യാഷ് വാങ്ങുകയാണ്, ഞാൻ നിങ്ങൾക്കിത് GPay ചെയ്ത് തന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പം ഇത് തന്നെയല്ല GPay നമ്പറെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ സാറേ ഇത് തന്നെ ആ GPay നമ്പറെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പിന്നെ ഒരു സംശയം. ഞാൻ സാറിൻ്റെ പേരെന്താ പറഞ്ഞേ? സുനിൽ, കോട്ടയം ജോയിൻ്റ് ആർ ടി ഒ സുനില എന്ന് പറഞ്ഞു. മനസ്സിലായില്ല എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായില്ല. കഴിഞ്ഞ വർഷം നിങ്ങളുടെ വണ്ടി ഞാനാ ടെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല സാറേ എനിക്ക് അങ്ങനെ ഒരു ജോയിൻ്റ് ആർ ടി ഒ അറിയില്ല. ഒരു അത്യാവശ്യം ഈ ആർ ടി ഒമാരെയും ജോയിൻ്റ് ആർ ടി ഒമാരെയൊക്കെ നമുക്ക് വ്യക്തിപരമായ ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേര് എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ സാറില്ല, എനിക്ക് അങ്ങനെ താങ്കളെ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അടുത്തതിനോട് പറഞ്ഞു, അത് നമ്മൾ പണ്ടൊരിക്കൽ കോട്ടയം കളക്ട്രേറ്റിൻ്റെ അടുത്തുള്ള ആർ ടി ഓഫീസിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, അത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടാമത് വേറെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി തട്ടിപ്പാണെന്നുള്ള ഞാൻ ഉറപ്പിച്ചു. ഞാൻ സാറേ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഒന്നുകൂടെ ഓർത്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏതാണ്ട് സുനിൽ സാർ ചെറിയൊരു ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അടുത്തൊരു ചോദ്യം ചോദിച്ചു. അവിടെയാണ് അദ്ദേഹം പെട്ടുപോയത്. അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹം അവിടെ പ്രതീക്ഷിച്ചില്ലാന്ന് തോന്നുന്നു. സാറേ ഇപ്പം ആരാ സാറേ കോട്ടയത്ത് ആർ ടി ഒ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ അദ്ദേഹം ഒരു സെക്കൻഡ് എന്ത് പറയണം എന്നറിയാൻ വയ്യാത്തൊരു അവസ്ഥയായിപ്പോയി. അത് നമ്മുടെ സെബാസ്റ്റ്യൻ സാറാ, പള്ളിക്കത്തോടുകാരൻ സെബാസ്റ്റ്യൻ സാറ്, അറിയത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് സെബാസ്റ്റ്യൻ സാറിനെ അറിയത്തില്ല എന്ന് പറഞ്ഞു. അതെ, അദ്ദേഹം എന്ന് വന്നു, എന്ന് ചാർജ് എടുത്തു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, സെബാസ്റ്റ്യൻ സാർ വന്നിട്ട് 3-3.5 മാസം ആയല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്, കണ്ടാൽ അറിയാം, ഉറപ്പാണ്, കണ്ടാൽ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ആളാണ് സെബാസ്റ്റ്യൻ സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, സഹോദര ഇത് ഇവിടം കൊണ്ട് നിർത്തിക്കോണം, മേലാൽ ഇത്രയും പണിയും കൊണ്ട് ഇറങ്ങല്ല് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടോ കോട്ടയത്ത് 6 മാസമായിട്ട് ആർ ടി ഒ ഇല്ല. പത്തനംതിട്ട ആർ ടി ഒ ആയിട്ടുള്ള ശ്യാം സാറിനാണ് കോട്ടയം ജില്ലയുടെ കൂടെ അധിക ചുമതല നൽകിയിരിക്കുന്നത്. ഇത് വ്യക്തമായി അറിയാവുന്ന ആളാണ് ഞാൻ. നമ്മളെയാണ് ഈ പറഞ്ഞ് വിളിച്ചിട്ട് കോട്ടയം ആർ ടി ഒയുടെ പേര് സെബാസ്റ്റ്യൻ ആണെന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഇവിടം കൊണ്ട് നിർത്തിക്കോ, മേലാൽ ഇത് ആവർത്തിക്കരുത് എന്ന് ഞാൻ പറയുകയും ഈ കണ്ടക്ടറുടെ ഫോൺ കണ്ടക്ടറുടെ കയ്യിലേക്ക് തന്നെ തിരികെ കൊടുത്തിട്ട് ഇദ്ദേഹം പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി. അപ്പം ഞാൻ കണ്ടക്ടറോട് ഇക്കാര്യങ്ങൾ പറഞ്ഞ് അയാളെ ധരിപ്പിച്ച് വന്നപ്പോഴത്തേക്ക് കണ്ടക്ടർ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് ഇയാൾ ആൾക്കൂട്ടത്തിലേക്ക് ഇടോ മറഞ്ഞു. പിന്നെ ഇയാളെ തപ്പിയിട്ട് അവിടെ കിട്ടിയില്ല.